അതിവേഗം വളരുകയാണ് ഉത്തര കേരളത്തിലെ കായൽ ടൂറിസം. കോട്ടകളുടെയും മനോഹരമായ കടൽ തീരത്തിന്റെയും നാടായ കാസർഗോഡ് ജില്ലയിൽ ഹൗസ് ബോട്ടുകളും വിനോദസഞ്ചാരത്തിന്റെ സാധ്യത പ്രയോജനപ്പെടുത്തുകയാണ്. വലിയ പറമ്പ് ജലാശയമാണ് കാസർഗോഡിന് ടൂറിസം വരുമാനം എത്തിച്ചു തുടങ്ങിയിരിക്കുന്നത്. ബേക്കൽ കോട്ടയും ചന്ദ്രഗിരി കോട്ടയും അറബിക്കടലിന്റെ തീരവും മാത്രമല്ല, കാസർഗോഡിന്റെ ജലാശയങ്ങളും ടൂറിസത്തിന്റെ അനന്ത സാധ്യതകളാണ് തുറന്നിടുന്നത്. ആലപ്പുഴയ്ക്ക് വടക്ക് മലബാറിലെ പ്രധാന ജലവിനോദസഞ്ചാര കേന്ദ്രമായി കാസർഗോഡ് മാറുകയാണ്. വിദേശ സഞ്ചാരികളുടെയും ആഭ്യന്തര ടൂറിസ്റ്റുകളുടെയും എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു. ബേക്കൽ കോട്ട മാത്രം കേന്ദ്രീകരിച്ച് ഒതുങ്ങിയിരുന്ന കാസർഗോഡ് ജില്ലയിലെ വിനോദസഞ്ചാര മേഖല ഇന്ന് അതിന് പുറത്ത് വലിയറമ്പ് കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ കായൽ ടൂറിസത്തിനെ ലക്ഷ്യമാക്കി നീലേശ്വരത്ത് എത്തുന്നവരുടെ എണ്ണം ഓരോ വർഷം കൂടുന്തോറും കൂടിക്കൂടി വരികയാണ്. അതിൽ വിദേശികൾ ഉൾപ്പെടും, സ്വദേശികളും ഉൾപ്പെടും. 15 വർഷങ്ങൾക്ക് ഇപ്പുറമാണ് കായൽ ടൂറിസത്തിന്റെ സാധ്യത കാസർഗോഡ് തിരിച്ചറിഞ്ഞു തുടങ്ങിയത്. വലിയ പറമ്പ ജലാശയത്തിൽ 1ഉം 2ഉമായി ഹൌസ് ബോട്ടുകൾ പ്രത്യക്ഷപ്പെട്ടു. ആദ്യം തദ്ദേശീയർ മാത്രമേ എത്തിയിരുന്നുള്ളൂ, പിന്നെ സന്ദർശകരുടെ എണ്ണം കൂടി. ബേക്കലിന്റെ തീരത്ത് 2 പഞ്ചനക്ഷത്ര ഹോട്ടലുകൾ കൂടി പ്രവർത്തനമാരംഭിച്ചതോടെ വലിയ പറമ്പയിൽ കായൽ ടൂറിസത്തിന്റെ ശുക്രനക്ഷത്രം ഉദിച്ചു. ബേക്കൽ കോട്ടയും കടപ്പുറവും കാണാനെത്തിയവർ ഹൌസ് ബോട്ടിൽ കായൽ കാഴ്ചകൾ ആസ്വദിച്ചു തുടങ്ങി. കണ്ടൽക്കാടുകളും ദ്വീപുകളും തുരുത്തുകളും സഞ്ചാരികൾക്ക് വിരുന്നൊരുക്കി. ഇപ്പോൾ ഹൌസ് ബോട്ടുകളുടെ എണ്ണം 15ആയി. മാസങ്ങൾ കൂടി കഴിഞ്ഞാൽ അത് 20 കവിയും. $1,00,000 മുതൽ കോടികൾ വരെ മുടക്കിയ ഹൌസ് ബോട്ടുകളാണ് വലിയ പറമ്പയിൽ സഞ്ചാരം നടത്തുന്നത്. (2013, 2014 കൂടിയിട്ടാണ് കോട്ടപ്പുറത്ത് പ്രൈവറ്റ് മേഖലയിൽ ഹൌസ് ബോട്ടുകളുടെ വരവ് തുടങ്ങിയത്. ഇപ്പോൾ ഈ 2003 സ്റ്റാർട്ട് ചെയ്ത് ഒരു 1 ബെഡ്റൂമിന്റെ ഹൌസ് ബോട്ട്, അതിനുശേഷം 2 ബെഡ്റൂം, അതിന് ഈ ഒരു 3 വർഷം കൊണ്ട് ഏകദേശം ഒരു 14-15ഓളം ഹൌസ് ബോട്ടുകൾ ചെറുതും വലുതുമായിട്ട് 25 ലക്ഷം മുതൽ 1.25 കോടി വരെയുള്ള ഹൌസ് ബോട്ടുകൾ ഇവിടെ നിലയിൽ വന്നു. ഇനിയും 6ഓളം ബോട്ടുകൾ ഇവിടെ വരാൻ പോകുന്നുണ്ട്. നീലേശ്വരം കോട്ടപ്പുറം മുതൽ പയ്യന്നൂർ കൊച്ചി വരെ വ്യാപിച്ചു കിടക്കുന്നതാണ് വലിയ പറമ്പ ജലാശയം. ഉത്തര കേരളത്തിന്റെ ടൂറിസം സാധ്യതകൾ മനസ്സിലാക്കിയ നിക്ഷേപകർ ഇങ്ങോട്ട് കേന്ദ്രീകരിക്കുന്നുണ്ട്. സഹകരണാടിസ്ഥാനത്തിലും ഒറ്റയ്ക്കും സംരംഭകർ കായൽ ടൂറിസത്തിൽ നിക്ഷേപിക്കുന്നു. 100ഓളം പേർക്ക് നേരിട്ടും അതിലധികം ആളുകൾക്ക് പരോക്ഷമായും തൊഴിൽ നൽകുന്ന മേഖലയായി കാസർകോട്ടെ കായൽ ടൂറിസം മാറി. സീസണിൽ 1 ലക്ഷത്തോളം ടൂറിസ്റ്റുകൾ എത്തുന്ന സ്ഥലമാണ് ഇന്ന് വലിയ പറമ്പ കായൽ. കായൽ ടൂറിസത്തിന് അനന്ത സാധ്യതയുള്ള ഒരു പ്രദേശമാണ് കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരം കോട്ടപ്പുറം മുതൽ വലിയ പറമ്പ് പഞ്ചായത്തിന്റെ തെക്കൻ അതിർത്തി വരെയുള്ള കൗവായി കായൽ വരെയുള്ള ഈ കായൽ പ്രദേശം ഏറ്റവും പൊട്ടൻഷ്യൽ ഉള്ള ഏരിയയാണിത്. അതിനു വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുകയാണെങ്കിൽ
ടൂറിസം മേഖലയിൽ ഒരു സുപ്രധാന ഘടകവുമായിട്ട് ഈ പ്രദേശം മാറും. ഉത്തര കേരളത്തിലെ കായൽ ടൂറിസത്തിന്റെ പ്രോത്സാഹനത്തിനായി സർക്കാരിന്റെ ഇടപെടലാണ് ഇനി ആവശ്യം. 20 ഹൌസ് ബോട്ടുകളെങ്കിലും നങ്കൂരമിടാൻ സൌകര്യമുള്ള ഹൌസ് ബോട്ട് ടെർമിനൽ അടിയന്തിരമായി നിർമ്മിക്കേണ്ടിയിരിക്കുന്നു. ഇതിനായി ഒരു പദ്ധതി തയ്യാറാക്കിയിരുന്നെങ്കിലും അത് യാഥാർത്ഥ്യമാവണമെങ്കിൽ സർക്കാരിന്റെ ആത്മാർത്ഥ പരിശ്രമം വേണം. നങ്കൂരമിടാൻ സൌകര്യമില്ലാത്തതിനാൽ സ്വകാര്യ വ്യക്തികളിൽ നിന്ന് വാടകയ്ക്കെടുത്ത സ്ഥലത്താണ് ഹൌസ് ബോട്ടുകൾ നിർത്തിയിടുന്നത്. റോഡും കായൽ തീരവുമടങ്ങുന്ന ഇത്തരം സ്ഥലങ്ങൾക്ക് വലിയ തുക വാടക നൽകേണ്ടി വരുന്നു. ബേക്കൽ റിസോർട്സ് ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ടെർമിനൽ ഹൌസ് ബോട്ട് സംരംഭകർക്ക് പ്രയോജനകരമാവുന്നില്ല. കോമൺ പ്ലാറ്റ്ഫോം എന്നൊരു സംഭവമില്ല. അതിപ്പോൾ പുറപ്പെടുന്നിടത്തുമില്ല. ഇപ്പം നമ്മളിപ്പോൾ സഞ്ചരിച്ചു പോകുന്ന പ്രദേശങ്ങളിലും ഇല്ല. ഈ സൗകര്യങ്ങളൊക്കെ ഉണ്ടായാൽ ഇതിലും കൂടുതൽ സഞ്ചാരികളെ ആകർഷിക്കാൻ നമുക്ക് കഴിയും.